എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് മാമൻ്റെ കല്യാണം കഴിഞ്ഞത്. എൻ്റെ പേര് അനൂപ്. തറവാട്ടിൽ എന്നോട് ഏറ്റവും സ്നേഹവും എനിക്ക് ഏറ്റവും അടുപ്പവും ഉണ്ടായിരുന്നത് മാമനായിരുന്നു. മാമൻ്റെ കൂടെയുള്ള എൻ്റെ ഉറക്കം ഇല്ലാതാക്കിയത് ആൻറ്റിയാണ്. എനിക്കൊരു വില്ലത്തിയായിട്ടാണ് ആൻറ്റി കടന്നു വന്നത്. എന്നാൽ വീട്ടിലെത്തി വളരെ പെട്ടെന്ന് തന്നെ ഞാനും ആൻറ്റിയും നല്ല കൂട്ടായി. സ്കൂൾ ടീച്ചറായിരുന്ന ആൻറ്റിയാണ് പിന്നീട് അങ്ങോട്ട് എൻ്റെ പഠന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത്. നല്ലൊരു ഫുട്ബോൾ പ്ലെയറാണ് ഞാൻ. സ്കൂൾ ടീമിലും ജില്ലാ ടീമിലും തിളങ്ങിയതുകൊണ്ട് +2 തിരുവനന്തപുരം സ്പോർട്സ് അക്കാഡമിയിലാണ് പോയത്. അതുവരെ വീട്ടിൽ നിന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽ വളർന്നതുകൊണ്ട് യാതൊരു അലമ്പും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കിട്ടിയ ആ സ്വാതന്ത്ര്യം എന്നെ നല്ലൊരു സ്ത്രീ തൽപരനാക്കി. സ്ഥിരമായി ഫോൺ വീഡിയോസ് കാണും, സ്വയംഭോഗം ചെയ്യും. എങ്കിലും ഒരു സ്ത്രീ സ്പർശനം ഉണ്ടായിട്ടില്ല. ജിൻസി ആൻറ്റി എന്നെ എന്നും ഫോൺ ചെയ്യുമായിരുന്നു. ആൻറ്റിക്ക് 2 മക്കളായെങ്കിലും എൻ്റെ കാര്യത്തിലുള്ള ശ്രദ്ധ ഒട്ടും കുറച്ചിരുന്നില്ല. ആൻറ്റിയെ കാണാൻ അതിസുന്ദരിയാണ്. നല്ല വെളുത്ത നിറവും ചുവന്ന ചുണ്ടുകളും വലിയ മുലകളും ഉരുണ്ട് പുറത്തേക്ക് നിൽക്കുന്ന ചന്തികളുമായിരുന്നു ആൻറ്റിക്ക്. ആൻറ്റിയെപ്പറ്റി എനിക്ക് അനാവശ്യ ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം ഓണാവധിക്ക് നാട്ടിൽ വന്നപ്പോഴാണ് വഴിത്തിരിവായ ആ സംഭവം നടക്കുന്നത്. അപ്പോഴേക്ക് ആൻറ്റിയും മാമനും എൻ്റെ വീടിനടുത്ത് തന്നെ വേറെ വീട് വെച്ച് മാറിയിരുന്നു. മക്കൾ 2ഉം ആൻറ്റിയുടെ വീട്ടിലും മാമൻ കടയിലുമായിരുന്നു. ഞാൻ ഹാളിലിരുന്ന് മാച്ച് കാണുകയായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ ഫോൺ റിങ് ചെയ്തു. അടുക്കളയിലായിരുന്ന ആൻറ്റി എന്നോട് ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. മാമനായിരുന്നു. മക്കൾ മാമനെ വിളിച്ച് 2 ദിവസം കൂടി ആൻറ്റിയുടെ വീട്ടിൽ നിന്നോട്ടെന്ന് ചോദിച്ചെന്നും മാമൻ ഓക്കെ പറഞ്ഞെന്നും ആൻറ്റീനോട് പറഞ്ഞേക്കാൻ പറഞ്ഞ് കട്ട് ചെയ്തു. ശേഷം വെറുതെ ഫോൺ ഗാലറി ഓപ്പണാക്കി ഫോട്ടോസ് നോക്കി. ആൻറ്റി കുണ്ണ വായിൽ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ട് ഞാൻ ഞെട്ടി. സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോൾ മാമനും ആൻറ്റിയും കൂടി ഒരു ഫുൾ പണി തന്നെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നു. ആൻറ്റിയുടെ മുല ചപ്പുന്നതും ആൻറ്റി മാമൻ്റെ കുണ്ണ വായിലിടുന്നതും കുണ്ണ മുലകൾക്കിടയിൽ വെക്കുന്നതും എല്ലാം ഞാൻ കണ്ടു. ആ വെളുത്ത മുലകൾക്ക് നടുവിൽ കാണുന്ന റോസ് കളർ ഞെട്ടുകൾ എൻ്റെ കുണ്ണയെ അടക്കി വയ്ക്കാൻ പറ്റാത്ത തരത്തിലാക്കി. ബ്ലൂടൂത്ത് ഓണാക്കി എൻ്റെ ഫോണിലേക്ക് ഞാൻ ആ ഫോട്ടോകളെല്ലാം ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് നേരെ ഓടി ബാത്റൂമിലേക്ക്. അത്രയും സുഖമുള്ള ഒരു സ്വയംഭോഗം അതിനു മുൻപോ ശേഷമോ എനിക്കുണ്ടായിട്ടില്ല. ബാത്റൂമിൽ നിന്നിറങ്ങിയപ്പോൾ ആൻറ്റി ഹാളിൽ വന്ന് TV കണ്ട് ഇരിക്കുകയായിരുന്നു. ഞാനാകെ കൺഫ്യൂഷനിലായിരുന്നു. ആൻറ്റിയോടുള്ള അടങ്ങാത്ത കാമം എന്നിൽ നിറയുന്നത് എനിക്കറിയാൻ കഴിഞ്ഞു. ഈ വശ്യ സൗന്ദര്യം മുഴുവൻ അനുഭവിക്കണമെന്ന് ഞാൻ മനസ്സിൽ തീർച്ചപ്പെടുത്തി. ഞാൻ സ്ഥിരം ചെയ്യാറുള്ള പോലെ ആൻറ്റിയുടെ അടുത്ത് ചെന്ന് മടിയിൽ തലവെച്ച് കിടന്നു. മനസ്സിൽ 1000 കണക്കുകൂട്ടലുകൾ നടക്കുകയായിരുന്നു. എങ്ങനെ ആൻറ്റിയെ വളയ്ക്കാം എന്നാലോചിച്ചിരിക്കുമ്പോൾ ആൻറ്റി, എന്താ സാറേ, ഉറങ്ങിപ്പോയോ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ ആ റൂമിൽ പോയി കിടന്നുറങ്ങിക്കോടാ. ഇല്ല ആൻറ്റി, ഞാൻ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് കിടന്നതാ. പിന്നെ ഉറങ്ങാനാണെങ്കിൽ ഈ ബെഡാണ് സുഖം, ആൻറ്റിയുടെ തുടയിൽ തൊട്ട് കാണിച്ച് ഞാൻ പറഞ്ഞു. ആൻറ്റി ചിരിച്ചു. മുട്ടയെന്ന് വിരിയാത്ത നിനക്ക് എന്താടാ ഇത്രയ്ക്ക് ആലോചന? വല്ല പ്രേമനൈരാശ്യമാണോ മോനെ? ഞാൻ എപ്പോഴും നിന്നോട് പറയാറുണ്ട് വേണ്ടാത്ത പരിപാടിക്കൊന്നും നിൽക്കരുതെന്ന്. ഒന്ന് പോ ആൻറ്റി, എനിക്ക് പ്രേമവുമില്ല ഒരു തേങ്ങയുമില്ല. പിന്നെ ഞാനല്ല ആൻറ്റിയാ വേണ്ടാത്ത പരിപാടി കാണിച്ചത്. ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയണേ? ആൻറ്റിക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായില്ല. അധികം വെളിച്ചുകെട്ടൊന്നുമില്ലാതെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. എനിക്ക് ആൻറ്റിയുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടെന്ന് ആൻറ്റിയെ അറിയിക്കുകയും ചെയ്യാം. സെക്സിനെ പറ്റി ഇനി അങ്ങോട്ട് ആൻറ്റിയോട് മറയില്ലാതെ സംസാരിക്കാൻ ഒരു അവസരവും ഉണ്ടാകും എന്ന് ഞാൻ കണക്ക് കൂട്ടി. എന്താടാ ചെക്ക മിണ്ടാത്തേ? ഞാൻ എന്താ വേണ്ടാത്തത് ചെയ്തേ? ആൻറ്റി എന്നെ കുലുക്കി ചോദിച്ചു. ഞാൻ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ആൻറ്റിയുടെ ഫോൺ എടുത്ത് ഒരു ഫോട്ടോ കാണിച്ചു. ഇതൊക്കെ പിന്നെ സമ്മാനം തരാനുള്ള നല്ല കാര്യങ്ങളാണോ? ആൻറ്റി എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ദാ അനു,
നീ ഇതെല്ലാം കണ്ടോ? ആൻറ്റി ആകെ ചമ്മി മുഖത്തോടെ ചോദിച്ചു. അതിനെനിക്കറിയാമോ ആൻറ്റിയുടെ ഫോണിൽ ഇതൊക്കെയാ ഉള്ളതെന്ന്? ഞാൻ വെറുതെ ഫോട്ടോസ് നോക്കിയതാ. പിന്നെ കണ്ടപ്പോൾ ബാക്കി കൂടി നോക്കി. അതിനെന്നെ കുറ്റം? ഞാൻ ആൺകൊച്ചല്ലേ? ആൻറ്റിയാണെന്ന് എനിക്കാദ്യം മനസ്സിലായില്ല. നെറ്റിലൊക്കെ കാണുന്ന ഏതെങ്കിലും ഫോട്ടോയാണെന്നാണ് വിചാരിച്ചേ. മുഖം കണ്ടപ്പോഴാണ് ആൻറ്റിയാണെന്ന് മനസ്സിലായത്. ഞാൻ ഏട്ടനോട് അപ്പോഴേ പറഞ്ഞതാ എൻ്റെ ഫോണിൽ എടുക്കണ്ട, മക്കളൊക്കെ ഫോൺ എടുക്കുന്നതാണ്. അപ്പോൾ മക്കളും വരുമ്പോഴേക്കും കളയാമെന്നും പറഞ്ഞ്. അയ്യേ, എൻ്റെ തൊലിയുരിയുന്നു. ഡാ അനുമോനെ, ആരോടും പറയില്ലേടാ, ആൻറ്റി എൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ എന്തിനാ ആൻറ്റി ഇതൊക്കെ വേറെ ആൾക്കാരോട് പറയുന്നത്? ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നതല്ലേ. പക്ഷേ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെക്കുന്നതൊന്നും സേഫല്ല. ആൻറ്റി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഞാൻ കണ്ട കാര്യം അതേപോലെ പറഞ്ഞത് ആൻറ്റി ഇത് ശ്രദ്ധിക്കാനും വേറെ ആരും ഇത് കാണാതിരിക്കാനുമല്ലേ. എനിക്കിഷ്ടമല്ല ആരെങ്കിലും ഇത് കാണുന്നത്. ആൻറ്റി എന്നെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ തന്നു. ചക്കരക്കുട്ടൻ, ആൻറ്റിക്കറിയാം അനുമോന് എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന്. എനിക്കും ഈ ചെക്കനെ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ നിന്നോടുള്ള ഇഷ്ടം ഒരുപാട് കൂടി. അതെന്താ ഇഷ്ടം കൂടിയത്? ഞാൻ ചോദിച്ചു. അതോ, അതിപ്പോൾ നിനക്കിത് കണ്ടിട്ട് കാണാത്ത പോലെ ഇരിക്കാമായിരുന്നു, എന്നോടൊന്നും അറിയാത്ത പോലെ ഭാവിക്കാമായിരുന്നു. നീ അതൊന്നും ചെയ്തില്ലല്ലോ. നേരെ എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. ആൻറ്റി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞില്ലേ? അതെൻ്റെ കുട്ടൻ നല്ല സ്നേഹമുള്ള കുട്ടിയായോണ്ടാ. അതൊക്കെ ഡിലീറ്റ് ചെയ്തേക്ക് ഇപ്പോൾ തന്നെ. ഇനി മറന്നു പോയിട്ട് പിള്ളേർ വരുമ്പോൾ കാണണ്ട, ഞാൻ പറഞ്ഞു. ആൻറ്റി രാത്രി ഡിലീറ്റ് ചെയ്തോളാം അനു. അത് പറയുമ്പോൾ ആൻറ്റിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അതിനെന്താ രാത്രിയാവാൻ നിൽക്കണേ? ഞാൻ ചോദിച്ചു. അതിപ്പോൾ നീ അറിയണ്ട കേട്ടോ, ആൻറ്റി എൻ്റെ മൂക്കിൽ പിടിച്ച് ഞെക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഇപ്പം അങ്ങനെ ആയോ? എന്നാ പറയണ്ട, ഞാൻ പോണു. ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. ദേ ചെക്കൻ പിണങ്ങി. അവിടെ ഇരിക്കടാ. ആൻറ്റി എൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് സോഫയിലിരുത്തി. എന്താ നിനക്ക് അറിയണ്ടേ? ചോദിക്കേ. ഞാൻ ചോദിച്ചല്ലോ, എന്തിനാ ഡിലീറ്റ് ചെയ്യാൻ രാത്രിയാവണേ? പറയാൻ പറ്റില്ലെങ്കിൽ ആൻറ്റി പറയണ്ട. പിണങ്ങാതെ സാറേ. ഇനിയിപ്പോൾ നിന്നോട് ഒളിച്ചിട്ടെന്തിനാ? കാണാനുള്ളതൊക്കെ ചെക്കൻ കണ്ടില്ലേ? ആൻറ്റി ചിരിച്ചു. ആ ചുണ്ടുകൾ കടിച്ചെടുക്കാൻ കൊതിയായിപ്പോയി. പക്ഷേ ക്ഷമിക്കുന്നതല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. മാമന് രാത്രി കിടക്കുമ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. എന്നും മാമൻ്റെ ഫോണിലാണ് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ കഷ്ടകാലത്തിന് ഇതിലായിപ്പോയി. ആൻറ്റി ചിരിച്ചു. ആഹാ, അപ്പോൾ വീഡിയോയും ഉണ്ടോ? അത് ഞാൻ കണ്ടില്ലല്ലോ. ആ ഫോൺ തന്നെ നോക്കട്ടെ. ഞാൻ കൈനീട്ടി. ഡാ വേണ്ട കേട്ടോ, നിനക്ക് കാണാൻ കൊള്ളാവുന്നതാണോ അതൊക്കെ? എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നീ. നോവിക്കാതെ എൻ്റെ കവിളിൽ പതിയെ അടിച്ച് ആൻറ്റി പറഞ്ഞു. അതിന് ഇനി എന്താ കാണാനുള്ളത്? എല്ലാം ഞാൻ കണ്ടില്ലേ. പ്ലീസ് ആൻറ്റി, ഒന്ന് കാണിച്ചതാ. ഞാൻ കെഞ്ചി. ആ കണ്ടതൊക്കെ എന്ത്? കാണാത്തതല്ലേ ശരിക്കുള്ള കാഴ്ച? ദൈവമേ, ഞാൻ എന്തൊക്കെയായി പറയണത്? ആൻറ്റി തലയ്ക്ക് കൈവച്ചു. പ്ലീസ് ആൻറ്റി, എന്തായാലും ഞാൻ കണ്ടില്ലേ. ഇനിയിപ്പോൾ ബാക്കി കൂടി കണ്ടെന്ന് വെച്ചെന്താ? ഞാനല്ലേ. പ്ലീസ് ആൻറ്റി എതിർക്കില്ലെന്ന വിശ്വാസം എനിക്കായി. ഈ ചെക്കൻ്റെ ഒരു കാര്യം, എൻ്റെ ഫോണിൽ വീഡിയോ ഒന്നുമില്ലടാ. ഇത് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ മാമൻ്റെ ഫോണിലാണ്. വേറൊരു ദിവസം കാണിച്ചു തരാം. പിന്നെ അനുക്കുട്ട, ഇത് നമ്മളല്ലാതെ വേറെ ആരും അറിയരുത്. പിന്നെ എനിക്ക് അത്രയും വിശ്വാസമുള്ളതുകൊണ്ട് നിനക്ക് എന്നോടുള്ള സ്നേഹം അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ നിന്നോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ പറ്റിക്കില്ല ആൻറ്റി, എനിക്ക് ആൻറ്റിയെ ജീവന. ഞാൻ കെട്ടിപ്പിടിച്ച് ആൻറ്റിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. എൻ്റെ അനുക്കുട്ടനെ ആൻറ്റിക്ക് വിശ്വാസമാണ്. നാളെ വരുമ്പോൾ ആൻറ്റി വീഡിയോ കാണിക്കാം കേട്ടോ. എൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ആൻറ്റി, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുവോ? ഞാൻ ചോദിച്ചു. എൻ്റെ അനുക്കുട്ടന് എന്നോടിനി എന്തും ചോദിക്കാം, ഒരു മറയും വേണ്ട, ആൻറ്റി പറഞ്ഞു. ആൻറ്റി, ഞാൻ ഈ ഇൻ്റർനെറ്റ് വീഡിയോസിൽ മാത്രമേ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അതിൽ ഉള്ള പോലെ നിങ്ങൾ ചെയ്യാറുണ്ടോ? അതിൽ അവറ്റകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേ എൻ്റെ അനുക്കുട്ട. അതെല്ലാം ഒന്നും എനിക്കിഷ്ടമല്ല. ഏട്ടന് അതൊക്കെ താല്പര്യമാണ്. ചിലതൊക്കെ എനിക്കിഷ്ടമാണ്. അതൊക്കെ ഞാനും സമ്മതിക്കും. വീണ്ടും മടിയിൽ കിടന്ന എൻ്റെ തലമുടിയിൽ വിരലിൽ ഓടിച്ചുകൊണ്ട് ആൻറ്റി സംസാരിക്കുന്നത്. അനുക്കുട്ട, എന്നും കാണുമോ അതൊക്കെ? എന്നുമില്ല ആൻറ്റി, ഇടയ്ക്കൊക്കെ ഉള്ളൂ. ഫ്രണ്ട്സൊക്കെ ഓരോന്ന് ഷെയർ ചെയ്തു തരും, സൂപ്പറാടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കാണും. എൻ്റെ കുണ്ണ ഷോർട്സിൻ്റെ അടിയിൽ കിടന്ന് വീർപ്പ് മുട്ടുകയാണ്. ആൻറ്റി ആയിട്ടുള്ള ഈ സംസാരം എന്നെ വേറൊരു ലോകത്തിൽ എത്തിച്ചു.
ഇനി പിന്നോട്ടില്ലെന്ന് ഞാനും ഉറപ്പിച്ചു. കണ്ടിട്ട് നീ ചെയ്യുവോ? ആൻറ്റി ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യുവോന്ന്? ആൻറ്റി, ഡാ പൊട്ടം കളിക്കാതെ. മാറ്റിക്കോ, ഞാൻ പറഞ്ഞതല്ലേ ഇനി ഒരു മറയും വേണ്ടെന്ന്. മര്യാദയ്ക്ക് പറഞ്ഞോ. അതൊക്കെ കണ്ടിട്ട് ആരാ ആൻറ്റി ഒന്നും ചെയ്യാതെ ഇരിക്കണത്? അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ എൻ്റെ ഫോട്ടോ കണ്ടിട്ട് നിനക്ക് ചെയ്യണ്ടേ? ഞാൻ എങ്ങനെ ആൻറ്റി ചെയ്യണേ? ഓടി വീട്ടിൽ പോയാലോ എന്ന് ആലോചിച്ചതാ, പിന്നെ വേണ്ടാന്ന് വെച്ചു. ബാത്റൂമിൽ പോയത് ഇതിനാണെന്ന് ആൻറ്റി അറിയരുതെന്ന് വെച്ചു. നിനക്ക് ചെയ്യണമെന്ന് തോന്നിയോ ആൻറ്റിയെ അങ്ങനെ കണ്ടപ്പോൾ? എന്ത് ചോദ്യം ആൻറ്റി! എന്തൊരു സുന്ദരി ആൻറ്റി! ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി ആൻറ്റീനെ അങ്ങനെ കണ്ടപ്പോൾ. ആൻറ്റി നല്ലോണം പൊങ്ങി നിൽക്കുവാണല്ലോടാ. ഇപ്പോൾ ചെയ്യണോ നിനക്ക്? അയ്യേ ആൻറ്റി, സോറി. അതിനെന്തിനാടാ സോറി? നിന്നെപ്പോലെ തൊട്ടാൽ പൊട്ടുന്ന പ്രായത്തിലുള്ള ഒരു സുന്ദര ചെക്കന് എന്നെ കണ്ടിട്ട് പൊങ്ങിയെന്ന് പറഞ്ഞാൽ അതെനിക്ക് കോംപ്ലിമെൻ്റ് അല്ലേ അനുക്കുട്ടാ? നീ ഒന്ന് എണീറ്റ് നിന്നേ. പ്ലീസ് ആൻറ്റി, ഞാൻ എങ്ങനെ ആകെ പ്രശ്നമാവും. ആൻറ്റി പറയുന്നതെന്തും അനുസരിക്കാനുള്ള അവസ്ഥയിലാണ്. എങ്കിലും തിടുക്കം കൂട്ടി ഈ അവസരത്തിൻ്റെ സുഖം കളയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു. ആൻറ്റി, അതിനിപ്പോൾ എന്താടാ? എൻ്റെ എല്ലാം നീ കണ്ടില്ലേ? ഞാനും ഒന്ന് കാണട്ടെ. എണീറ്റ് എൻ്റെ മുന്നിൽ വന്ന് നിന്നേ. ഞാൻ മടിയിൽ നിന്ന് എണീറ്റ് ആൻറ്റിയുടെ മുന്നിൽ വന്ന് നിന്നു. ഷഡ് ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് കുണ്ണ നേരെ മുന്നിലേക്ക് നീണ്ടു നിൽക്കുവാണ്. നിനക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ, ചെയ്യടാ. എൻ്റെ മുന്നിൽ നിന്ന് ചെയ്, ഞാൻ കാണട്ടെ. ആൻറ്റിയുടെ മുഖത്ത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭാവമായിരുന്നു അപ്പോൾ. ഞാൻ ഷോർട്സിൻ്റെ ഉള്ളിലേക്ക് കൈകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ ആൻറ്റി എൻ്റെ കൈ പിടിച്ച് ഷോർട്സിൻ്റെ പുറത്ത് തന്നെ കുണ്ണയുടെ മുകളിൽ കൊണ്ടുവച്ചു. ആക്രാന്തം കൂട്ടല്ലേ ചെക്ക, ആദ്യം പുറത്തോടെ പിടിക്കേ, അതിന് വേറെ തന്നെ ഒരു സുഖമുണ്ട്. ഈ ചെക്കനെ കുറെ പഠിപ്പിക്കാനുണ്ട്. ആൻറ്റി ചിരിച്ചു. ഞാൻ ആൻറ്റിയെ കണ്ണിൽ നോക്കി ഷോർട്സിൻ്റെ പുറത്തുകൂടി കുണ്ണയിൽ പിടിച്ച് തടവാൻ തുടങ്ങി. ആൻറ്റി, ആരാടാ ഇന്നത്തെ നായിക? അത് അവൻ്റെ വെപ്രാളം കണ്ടില്ലേ? ഇനി വേറൊരുത്തിനെയും ആലോചിച്ച് ചെയ്യണ്ട, ഞാനുണ്ട്. എന്നെ ഓർത്താൽ മതി. എന്നെ നീ ഇപ്പോൾ എന്താ ചെയ്യാൻ പോണേ പറ. ആൻറ്റി, ഞാൻ ആൻറ്റിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുക. എവിടാ അനുക്കുട്ടൻ ഉമ്മ വയ്ക്കണേ? കണ്ടോ, നിന്റെ കുണ്ണ നനഞ്ഞ് ഒഴുകി വരുന്നത് കണ്ടോ കുട്ടാ? പറഞ്ഞേ, എവിടാ അനുക്കുട്ടൻ ഉമ്മ വയ്ക്കണേ? ആൻറ്റി, ഞാൻ ആൻറ്റിയുടെ ചുണ്ടിലെ ഉമ്മ വയ്ക്കുന്നേ. ഷോർട്സിന് പുറത്തൂടെ എൻ്റെ കുണ്ണയെ വട്ടം പിടിച്ച് ഒഴിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ആൻറ്റി 2 വിരൽ കൊണ്ട് ആൻറ്റിയുടെ ചുണ്ട് വിടർത്തി. അത് കൂടുതൽ ചുവന്നു. എന്നിട്ട് നാവ് കൊണ്ട് ആ ചുണ്ടിൽ നക്കി കാണിച്ചു. ഇതുപോലെ നക്കുവാണോ നീ എൻ്റെ ചുണ്ട്? ആൻറ്റി ചോദിച്ചു. കയ്യെത്തും ദൂരത്ത് ആൻറ്റി ഇരിക്കുമ്പോഴും ഇങ്ങനൊരനുഭവം പറഞ്ഞറിയിക്കാനാവാത്ത സുഖമായിരുന്നു. ആൻറ്റിയെ ഒന്ന് തൊടുക പോലും ചെയ്യിക്കാതെ ആൻറ്റി എന്നിലേക്ക് ആൻറ്റിയെ തരുകയായിരുന്നു. അതെ ആൻറ്റി, ഞാൻ ആ ചുണ്ട് നക്കുക. എൻ്റെ നാവ് ആൻറ്റിയുടെ വായിലേക്ക് കയറ്റി അവിടെ മുഴുവൻ നക്കുക ഞാൻ.